KSRTC, KSEB, വാട്ടർ അതോറിറ്റി ഈ മൂന്ന് സ്ഥാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക നഷ്ടത്തിൽ ഭൂരിഭാഗത്തിനും കാരണമെന്ന് VD സതീശൻ സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സംരക്ഷണത്തിനായി വലിയൊരു തുക ബജറ്റിൽ സബ്സിഡിയായും ഗ്രാന്റായും നൽകേണ്ടി വരുന്നതായി ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൊച്ചി മെട്രോ മാസം 35 കോടി നഷ്ടം നേരിടുന്നതായും ധവളപത്രം വ്യക്തമാക്കുന്നു. സഞ്ചിത നഷ്ടം 2024-25 78,851 കോടി രൂപയായി ഉയർന്നുവെന്നാണ് ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. ഇത് സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ധവളപത്രത്തിൽ സൂചിപ്പിക്കുന്നത്. ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി റവന്യൂ വരുമാനത്തിന്റെ 77%-ലധികം ചെലവാകും. ബാക്കി തുക മാത്രമാണ് വികസന കാര്യങ്ങൾക്കായി ലഭിക്കുന്നതെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 6000 കോടിയോളം രൂപ ട്രഷറിയിൽ മിച്ചമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെയും വാദങ്ങൾ പൊളിക്കുന്നതാണ് ധവളപത്രത്തിലെ കണക്കുകൾ. 2025-26 7 മാസവും ട്രഷറി നെഗറ്റീവ് ബാലൻസിലാണ് അവസാനിച്ചതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വർഷാവസാനം 6322 കോടി രൂപയുടെ നീക്കിയിരിപ്പാണ് കാണിച്ചിരുന്നത്. എന്നാൽ മാർച്ചിലെ 8450 കോടിയുടെ പൊതുവിപണ വായ്പയും മാർച്ച് 24 ശേഷം ലഭിച്ച 4969 കോടിയുടെ അധിക കേന്ദ്രവിഹിതവുമായിരുന്നെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. 2026 ഏപ്രിൽ ബാലൻസ് 5264 കോടിയായും 2026 മെയ് 16 ആകുമ്പോഴേക്കും 2212 കോടിയായും കുറഞ്ഞു. 6 ആഴ്ചയ്ക്കുള്ളിലാണ് 4110 കോടി ഇടിഞ്ഞത്. വായ്പ എടുത്ത ഫണ്ടും അവസാന നിമിഷം ലഭിച്ച കേന്ദ്രവിഹിതവും ഉപയോഗിച്ച് പെരുപ്പിച്ച് കാണിച്ച് വർഷാവസാന ബാലൻസ് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇല്ലാതായെന്നും സാമ്പത്തിക സമ്മർദ്ദം സ്വയം പുറത്തുവന്നെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് പുതിയ സർക്കാരിന് മേൽ വലിയൊരു തുക കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട്. ജീവനക്കാരുടെ DA ഇനത്തിൽ 21,670 കോടി രൂപയും പെൻഷൻകാരുടെ DR ഇനത്തിൽ 14,387 കോടി രൂപയും കുടിശ്ശികയാണ്. ഇതിനിടെ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിന് അനുകൂലമായ നിർദ്ദേശങ്ങളാണ് ധവളപത്രത്തിൽ ഉള്ളത്. വിരമിക്കൽ പ്രായം ഓരോ വർഷം ഉയർത്തുമ്പോഴും വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ ഇനത്തിൽ സംസ്ഥാനത്തിന് ഏകദേശം 6000 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്ന് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. വരുമാനത്തിന്റെ 80% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ചെലവഴിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് അതിന്റെ ഭൂരിഭാഗവും ശമ്പളത്തിനും പെൻഷനുമായി ചെലവഴിക്കുന്നത് ശരിയല്ലെന്ന് ധവളപത്രത്തിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ മാതൃകയിൽ 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള കമ്മീഷനുകളെ നിയമിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രത്തിലുണ്ട്.